ശ്യാമയുടെ ശപഥം. കാക്കാച്ചി ഷിർദിക്കുള്ള യാത്ര ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വിരുന്നുകാരൻ തന്നെ ഷിർദിക്ക് കൂട്ടിക്കൊണ്ടുപോവാനായി വന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, ശ്യാമയുടെ സുഹൃത്തായ ഒരു സായി ഭക്തനായിരുന്നു അദ്ദേഹം. എങ്ങനെ ആ സമയത്ത് വാണിക്ക് വന്നുവെന്ന് നമുക്ക് നോക്കാം. ശ്യാമ കുട്ടിയായിരുന്ന സമയത്ത് സുഖമില്ലാതായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ അവളുടെ കുടുംബദേവി സപ്തശൃംഗി വാണിയോട് അവളുടെ മകന് സുഖമായി തീർന്നാൽ അവനെ കൊണ്ടുവന്ന് സപ്തശൃംഗിയുടെ കാലടികൾ അർപ്പണം ചെയ്യിക്കാമെന്ന് ശപഥം ചെയ്തിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം അമ്മയുടെ മാറിടത്തിൽ വട്ടച്ചൊറി വന്നുപെട്ടു. ആ സമയത്ത് അവൾ വീണ്ടും ഒരു ശപഥമെടുത്തു. അവളുടെ സുഖക്കേട് മാറിയാൽ ദേവിക്ക് വെള്ളിയിൽ 2 സ്തന്ദനങ്ങൾ ഉണ്ടാക്കി വെക്കാമെന്ന് നേർന്നു. ഈ 2 ശപഥങ്ങളെയും നിറവേറ്റിയില്ല. അവളുടെ മരണശയ്യയിൽ മകൻ ശ്യാമയെ വിളിച്ചു അവനോട് ഈ 2 ശപഥങ്ങളെയും അറിയിച്ചു. അവൻ അത് നിറവേറ്റാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ച് മരണമടഞ്ഞു. 30 വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ആ സ്ഥിതിയിൽ ഒരു ജ്യോത്സ്യൻ ഷിർദിക്ക് വന്ന് 1 മാസം അവിടെ താമസിച്ചു. അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഫലങ്ങൾ ശ്രീബൂട്ടിക്കും മറ്റു പലർക്കും സത്യമായി വന്നതിനാൽ എല്ലാവരും അദ്ദേഹത്തെ വിശ്വസിച്ചു. ശ്യാമയുടെ അനുജൻ ഹാജി അദ്ദേഹത്തോട് അവന്റെ അമ്മയുടെ ശബ്ദത്തെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ മരണസമയത്ത് അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം ഇനിയും പൂർത്തിയാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേവിയുടെ അപ്രീതി കാരണം അവർക്ക് കഷ്ടങ്ങൾ വരുന്നുവെന്ന് പറഞ്ഞു. ബാപ്ജി ഇതിനെ തന്റെ സഹോദരൻ ശ്യാമയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം താൻ ഇനിയും പൂർത്തിയാക്കാത്ത ശപഥം ഓർമ്മിച്ചു. ഇനി താമസിക്കുന്നത് അപായകരമാണെന്ന് വിചാരിച്ചു. അദ്ദേഹം ഒരു തട്ടാനെ വിളിച്ചു 2 ജോഡി സ്തന്ദനങ്ങൾ പണിയിച്ചു. പിന്നെ മസ്ജിദിലേക്ക് ചെന്നു ബാബയെ നമസ്കരിച്ചു. ആ 2 വെള്ളി ആഭരണങ്ങളെയും ബാബയുടെ മുന്നിൽ വെച്ചു. തന്റെ കുലദൈവം സപ്തശൃംഗിയാണെന്ന് കരുതി അത് സ്വീകരിക്കുവാനും അവരുടെ ശപഥത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുവാനും അപേക്ഷിച്ചു. ബാബ അതിന് മറുപടിയായി അദ്ദേഹം തന്നെ നേരിൽ സപ്തശൃംഗി ദേവിയുടെ മുന്നിൽ ചെന്ന് അവയെ ദേവിയുടെ പാദങ്ങൾ കാഴ്ചവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ബാബയുടെ സമ്മതവും വിഭൂതിയും വാങ്ങി വാണിക്ക് യാത്രയായി. പുരോഹിത്തിന് തേടിക്കൊണ്ടിരിക്കുമ്പോൾ കാക്കാജിയുടെ വീട്ടിലെത്തി. കാക്കാജി വളരെ കൊതിയോടെ ബാബയെ കാണുവാൻ ആശിച്ചിരുന്നു. ആ സമയത്ത് ശ്യാമ അവിടെ ചെന്നു. എന്തൊരാശ്ചര്യമായ കൂട്ടുകെട്ട്! കാക്കാജി ആരാണ് അദ്ദേഹമെന്ന്, എപ്പോൾ വന്നുവെന്നും മറ്റും ചോദിച്ച ശേഷം ഷിർദിയിൽ നിന്നാണ് വരുന്നതെന്നറിഞ്ഞ് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അതിരില്ലാത്ത സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. അവർ സായി ലീലകളെ പറ്റി സംസാരിച്ചു. പിന്നെ ശ്യാമയുടെ ശബ്ദത്തെ നിറവേറ്റിയ ശേഷം അവർ ഷിർദിക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ കാക്കാജി മസ്ജിദിലേക്ക് ചെന്ന് ബാബയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വേഗത്തിൽ കണ്ണീരിനാൽ മുഴുകുകയും ശാന്തത ലഭിക്കുകയും ചെയ്തു. ദേവിയുടെ കൽപ്പന പ്രകാരം ബാബയെ കണ്ടയുടൻ മനസ്സ് ശാന്തമായതും നിശ്ചലമായ നിലയിലുമെത്തി. കാക്കാജി തന്റെ മനസ്സിൽ എന്ത് അത്ഭുതമാണിത് എന്ന് വിചാരിച്ചു. ബാബ ഒന്നും സംസാരിച്ചില്ല. ഒരു ചോദ്യമോ ഉത്തരമോ ഉണ്ടായിരുന്നില്ല. ഒരു അനുഗ്രഹവും പറഞ്ഞില്ല. വെറും ദർശനം മാത്രം. അത് അദ്ദേഹത്തിന് വലിയ സന്തോഷത്തെ കൊടുത്തു. മനക്ലേശം തീരെ ഇല്ലാതായി. അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ എന്നതിൽ സന്തോഷബോധം. ഇതാണ് ദർശനത്തിന്റെ മഹിമ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ച സായിയുടെ പാദങ്ങളിലായിരുന്നു. ഒരു വാക്ക് പോലും ഉച്ചരിക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹം പൂർണ്ണമായി ബാബയ്ക്ക് കീഴടങ്ങി. തന്നിൽ ഉണ്ടായിരുന്ന ചിന്തകളെല്ലാം തീരെ മറന്ന് പരമസുഖം അനുഭവിച്ചു. പിന്നെ ബാബയുടെ അനുവാദം, അനുഗ്രഹം, വിഭൂതി എല്ലാം ശേഖരിച്ച് വീട്ടിലേക്ക് തിരിച്ചു. റാഹാട്ടിലെ കുശൽ ചന്ദ്. അതിരാവിലെ നാം കാണുന്ന സ്വപ്നം സാധാരണയായി ഫലിക്കുമെന്ന് പറയുന്നത് പതിവാണ്. അങ്ങനെയായിരിക്കാം. പക്ഷേ ബാബയുടെ സ്വപ്നത്തിന് സമയ നിർബന്ധമില്ല. ഒരു സംഭവം വിവരിക്കാം. ഒരു ദിവസം ഉച്ചയ്ക്ക് കാക്കാ സാഹിബ് ഡിസ്കിനോട് റാഹാട്ടിലേക്ക് ചെന്ന് കുശാൽ ചന്ദിനെ ഷിർദിക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായി പറഞ്ഞു. എന്തെന്നാൽ അദ്ദേഹം കുറെ കാലമായി കുശാൽ ചന്ദിനെ കണ്ടിട്ടില്ലത്രേ. കാക്കാ സാഹിബ് ഒരു കുതിരവണ്ടിയിൽ റാഹാട്ടിലേക്ക് ചെന്നു. അദ്ദേഹം കുശാൽ ചന്ദിനെ കണ്ടു ബാബയുടെ സന്ദേശം അറിയിച്ചു. ഇത് കേട്ട കുശാൽ ചന്ദ് ആശ്ചര്യത്തോടെ പറഞ്ഞു, ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറങ്ങിയ സമയത്ത് ബാബ സ്വപ്നത്തിൽ വന്ന്
ഉടനടി ഷിർദിക്ക് വരുവാനായി ആജ്ഞാപിച്ചു. അതുകൊണ്ട് കുശാൽ ചന്ദ് ചിന്താകുലനായി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കുതിരകളൊന്നും അടുത്തുണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം തന്റെ മകനെ ബാബയോട് പറയുവാനായി അയച്ചു. അവന്റെ മകൻ ഗ്രാമത്തിന്റെ അതിർത്തി കടന്നയുടൻ ഡെസ്കറ്റിന്റെ കുതിരവണ്ടി വന്നു. ഡെസ്കറ്റ് അദ്ദേഹത്തെ പ്രത്യേകമായി കൂട്ടിക്കൊണ്ടുവരുവാനായി അയച്ചുവെന്ന് പറഞ്ഞു. രണ്ടുപേരും ആ കുതിരവണ്ടിയിൽ ഷിർദിക്ക് തിരിച്ചു. കുശാൽ ചന്ദ് ബാബയെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി. ബാബയുടെ ഈ ലീലയെ കണ്ട് കുശാൽ ചന്ദിനെ മനസ്സിലാക്കി. മുംബൈയിലെ രാംലാൽ പഞ്ചാബി. രാംലാൽ മുംബൈയിലെ ഒരു പഞ്ചാബി ബ്രാഹ്മണന് ഒരിക്കൽ ബാബ സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തോട് ഷിർദിക്ക് വരുവാനായി പറഞ്ഞു. ബാബ അദ്ദേഹത്തിന് ഒരു സന്യാസിയായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ താമസ സ്ഥലം അറിഞ്ഞിരുന്നില്ല. എങ്കിലും അദ്ദേഹം ബാബയെ കാണാൻ ആഗ്രഹിച്ചു. വിലാസമില്ലാത്തതിനാൽ എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. ബാബ ആരെങ്കിലും വിളിച്ചാൽ അയാളെ സ്വീകരിക്കുവാനുള്ള ഏർപ്പാടുകളും ചെയ്യും. ഈ സംഭവത്തിലും അത് നടന്നു. അദ്ദേഹം അന്ന് ഉച്ചയ്ക്ക് തന്നെ രാംലാൽ ഉലാത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ബാബയുടെ ഒരു ചിത്രം ഒരു പീടികയിൽ കണ്ടു. മുമ്പൊരിക്കൽ സ്വപ്നത്തിൽ ഒരു സന്യാസിയെ കണ്ട രൂപം ആ ചിത്രത്തിൽ കണ്ടതിന് സമമായിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ അത് ഷിർദി സായിബാബയാണെന്ന് മനസ്സിലായി. അതിനുശേഷം ഷിർദിക്ക് ചെന്ന് മരണം വരെ അവിടെ താമസിച്ചു. ഇങ്ങനെ ബാബ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരെ ഷിർദിക്ക് ദർശനത്തിനായി വരുത്തി അവരുടെ വസ്തുക്കളെയും ആവശ്യങ്ങളെയും ആത്മീയമായവയും സാധിപ്പിച്ചിരുന്നു. ആമീൻ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.